ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു മാപ്പിള ഗാനമുണ്ട്. കല്യാണത്തിന് പാടിയ ഒരു മദ്ഹ് ഗാനം. അബ്ദുസമ്മദ് സഖാഫി എന്ന് കാത്തിരിപ്പാണേ എന്നൊക്കെ തുടങ്ങിയ ഒരു പാട്ട്. റുഷ്ദമോൾ റുഷ്ദമോൾ റുഷ്ദമോൾ. അല്ല ഉസ്താദേ, സംഗീതം ഇപ്പൊ നിങ്ങൾക്ക് ഹലാലാണല്ലേ? അല്ല, സംഗീതം ഹറാമാണ് എന്നാണ് പൊതുവെ എല്ലാ മുസ്ലിം സംഘടനയിലെ പുരോഹിതന്മാരും പറയാറുള്ളത്. നിങ്ങൾ അതിന് പുതിയതായിട്ടൊരു ഫത്വ പുറപ്പെടുവിച്ചാൽ നന്നായിരുന്നു. ഫത്വ എന്ന് പറഞ്ഞാൽ മതവിധി. ഇങ്ങനെ മദ്ഹ് ഗാനം പാടാമല്ലേ? അല്ല, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് മുഴുവനും നിങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ഹറാമാണോ ഉസ്താദെ, അതോ ഹലാലാണോ? ഇദ്ദേഹം ഒരു സഖാഫിയാണ്, സുന്നി പുരോഹിതനാണ്. ഈ സുന്നി പുരോഹിതന്മാരുടെ സഭ പറയണം പബ്ലിക്കിനോട് കാര്യങ്ങൾ. നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ചിലത് ഹറാമാക്കാനും ചിലത് ഹലാലാക്കാനും മതം എന്താ? നിങ്ങളുടെയൊക്കെ വാപ്പാന്റെ തറവാട് സ്വത്താണോ? നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അത് ഹറാമ്, സൗകര്യമില്ലാത്തപ്പോൾ അത് ഹലാല്. അത് കൊള്ളാലോ. ജൂതനെ നിരന്തരം ജൂതന്റെ മീഡിയകളിലൂടെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജൂതനുണ്ടാക്കിയ മൈക്ക് വരെ വേണമല്ലേ? ജൂതനുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണം. ജൂതനെ ശപിക്കാനും ജൂതനെ പ്രാകാനും ജൂതനെ വഴിപിഴച്ചവനാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താനും കൊള്ളാലോ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്കിടയാക്കിയതായിരുന്നു മലപ്പുറത്ത് വിവാഹത്തിന്റെ തലേ ദിവസം വരന്റെ സുഹൃത്തുക്കൾ പാടിയ ഒരു പാട്ട്. വളരെ രസകരമാണ് അതിന്റെ വരികൾ. കാണാത്ത കാഴ്ചകളൊക്കെ സമതണ്ണൻ ഇപ്പൊ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പാട്ട്. നാണോ ഇല്ലേ നിനക്കൊക്കെ? ഒപ്പനപ്പാട്ടുകളിൽ മുഴുവനും അശ്ലീലം. ചെറിയ കുട്ടികളെയും കൊണ്ടിരുത്തിയിട്ടാണ്. ഒരുങ്ങടി ചമയടി മുഖം മറച്ചിരിക്കടി പുതുമാരൻ വരുന്നുണ്ട്, മോളെ പുതുമാരൻ വരുന്നുണ്ട്, ഒരുക്കി വച്ചതു മുഴുക്കെ എടുത്തവൻ മതിക്കും രാവാണ്. നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ വരികൾ എഴുതാൻ, കുട്ടികളെ കൊണ്ടിത് പാടിപ്പിക്കാൻ, എന്നിട്ടിരുന്ന് ആസ്വദിക്കാൻ? നിന്റെയൊക്കെ മക്കളെ കൊണ്ടുവന്ന് ഒപ്പനയ്ക്കു മണവാട്ടി വേഷവും അണിഞ്ഞ് മക്കൾ തന്നെ ചുറ്റും നിന്നിട്ട് ആദ്യരാത്രിയെ കുറിച്ച് പാടി രസിക്കുക. മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയും ഇൻവോൾവ്മെന്റോടെയും. കൊള്ളാലോ. എന്തായിരുന്നാലും മദ്ഹ് ഗാനങ്ങളുടെ ശൈലി, അതായത് നബിയെ വല്ലാതെ പ്രശംസിച്ചുകൊണ്ടുള്ള കുറേ മൗലിദ് പാട്ടുകളുണ്ട്. അതിന്റെ ശൈലിയിലായിരുന്നു ഈ ഗാനം. പക്ഷേ ചില ഭാഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പാട്ടിന്റെ താളവും ശൈലിയും ഒക്കെ ഒത്തുവന്നു. അതിവേഗത്തിലാണ് പാട്ട് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വൈറലായത്. അതിനുവേണ്ടി തന്നെയാണ് ഇവരിതൊക്കെ ചെയ്തത്. അതോടെ സൈബർ ഇടത്തിലെ സ്ഥിരമായിട്ടുള്ള ട്രോളർമാർ ഇതങ്ങ് ഏറ്റെടുത്തു. ഇതോടെ വലിയ ബഹളം വന്നു. അങ്ങനെ പാട്ട് വൈറലായി. പണി കിട്ടിയത് ഉസ്താദിനും ഭാര്യയ്ക്കുമാണ്. ആ വൈറൽ പാട്ട് ഞങ്ങൾക്ക് ഏറെ വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് നവവരനായ അബ്ദുസമ്മദ് സഖാഫി എന്ന് കാത്തിരിപ്പാണേ സഖാഫി പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ പാട്ട് ഏറെ വൈറലായി. ഒരു പറ്റം മുസ്ലിയാക്കന്മാരായിരുന്നു ഈ പാട്ട് ആലപിച്ചിരുന്നത് എന്നത് വളരെ വ്യത്യസ്തമാണ്. മുസ്ലിയാക്കന്മാരുടെ വേഷത്തിൽ വന്നിരുന്ന് ഇവരെന്താണ് ഇത്രയും കാലവും പഠിച്ചത് എന്നതിൽ നിന്നും വ്യക്തമാണ്. റുഷ്ദമോൾ റുഷ്ദമോൾ റുഷ്ദമോൾ, ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത് തന്നെ. ഈ പാട്ടിലെ വരികൾക്ക് ഏറെ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായത്. മതപണ്ഡിതൻ കൂടിയായ അബ്ദുസമ്മദ് സഖാഫിയുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ വരികൾ ഉണ്ടാകുന്നത്. വിവാഹ തലേന്നുണ്ടായ തട്ടിക്കൂട്ട് പാട്ട് മാത്രമായിരുന്നു ഇത്. സാധാരണ നിലയില് കല്യാണ വീടുകളിൽ സംഘടിപ്പിക്കാറുള്ള സദസ്സിലാണ് പാട്ടുയർന്നത്. എന്നാൽ അതിലെ വരികൾ പിന്നീട് ഏറെ ചർച്ചയായി. ഇതോടെ മതപണ്ഡിതന്മാർ തന്നെ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അത്തരത്തിലുള്ള വരികളായിരുന്നു അതിനകത്ത് പിന്നീട് ഉണ്ടായിരുന്നത്. എന്നിട്ട് വിമർശകര് തന്നെ രംഗത്ത് വന്നു. മുസ്ലിം സമുദായത്തിലെ തന്നെ വിമർശകര്. കാരണം ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പബ്ലിക് ചോദിക്കും.
എന്തായിരുന്നാലും പാട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായതോടുകൂടി ട്രോളുകളുടെ പെരുമഴ. പാടത്തും പറമ്പിലും റോഡിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കുട്ടികൾ ഉസ്താദന്മാരുടെ വേഷമിട്ടിട്ട് ഈ ട്രോൾ പാട്ട് അങ്ങോട്ട് പാടി. റുഷ്ദമോൾ 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 എന്നതിന് പകരം പിന്നീട് പാട്ടിന്റെ അർത്ഥം മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു. കാണാത്ത കാഴ്ചകൾ അബ്ദുൽ സമദ് സഖാഫി എന്ന് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ട്. ഈ വരികളൊക്കെ നാണക്കേടുണ്ടാക്കുന്നില്ലേ നിങ്ങൾക്ക്? എത്ര മോശമായ രൂപത്തിലാണ് നിങ്ങളൊരു പാട്ട് എഴുതിയിരിക്കുന്നത്. പിന്നീട് അതിനുള്ള ട്രോളുകളും കമന്റുകളും. അതിനിടയിലാണ് സംഭവത്തിൽ വിശദീകരണവുമായിട്ട് പാട്ടിലെ യഥാർത്ഥ നായകൻ കൂടിയായിട്ടുള്ള സമദ് സഖാഫി സങ്കടം പറഞ്ഞ് രംഗത്ത് വരുന്നത്. നേരത്തെ ഇതൊക്കെ നിരോധിക്കാമായിരുന്നില്ലേ? വിവാഹത്തിന്റെ തലേ ദിവസം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാം കൂടി ഒരു സംഗീതം ആലപിക്കുന്നെങ്കിൽ ഇത് ഹറാമാണ് മതവിധി പ്രകാരം. മതം പഠിച്ച ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? മതത്തിന്റെ ഹറാമും ഹലാലും ഒക്കെ കൂട്ടിക്കുഴച്ച് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് അങ്ങനെ അങ്ങ് മാറ്റിയും തിരുത്തിയും എഴുതാൻ പറ്റുമോ? റുഷ്ദമോള് വലിയ രൂപത്തിൽ ആയിപ്പോയെന്നും അത് വിഷമമുണ്ടാക്കിയെന്നും കാര്യമറിയാതെ വിമർശിച്ചവരിൽ മതപണ്ഡിതന്മാർ വരെ ഉണ്ട് എന്നുമൊക്കെയാണ് സമദ് സഖാഫി പറയുന്നത്. അല്ല, നിങ്ങൾ ചെയ്തതിന് തെറ്റൊന്നുമില്ല, അപ്പോഴും വിമർശിച്ചവരാണ് മോശക്കാരല്ലേ? കൊള്ളാലോ സഖാഫി നിങ്ങൾ. പരിപാടിയിൽ ഇല്ലാത്ത വരി കൂടിയാണ് പ്രചാരണം ഉണ്ടായത് എന്ന്. പരിപാടി ലൈവായിരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇയാള് സമദ് എത്തുന്നതിന് മുമ്പ് തന്നെ അതിലെ ആ വരികൾ കട്ട് ചെയ്തെടുത്ത് റുഷ്ദമോൾ സിന്ദാബാദ് എന്ന് കൂടി കൂട്ടിച്ചേർത്തുന്നത്. അപ്പൊ കാണാത്ത കാഴ്ചകൾ കാണിക്കൂ എന്ന് പറഞ്ഞതിലൊന്നും സമദ് സഖാഫിക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. റുഷ്ദമോൾ ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഉൾപ്പുളകിതയാകും. ആ വരികൾക്കൊന്നും പ്രയാസം ഉണ്ടായിരുന്നില്ല. പുതിയാപ്പിളയായിട്ടുള്ള സമദോ ഭാര്യയായിട്ടുള്ള റുഷ്ദയോ അതല്ലെങ്കിൽ കുടുംബക്കാരോ ആരും ഇതിന് ഉത്തരവാദികളല്ലെന്നും ആ പാട്ട് പാടിയവരാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞ് ഇയാളെ സ്നേഹിച്ച് ഹറാമും ഹലാലും ഒന്നും നോക്കാതെ ഇയാളെ പൊക്കിക്കൊണ്ടുവന്ന് പാട്ടുപാടി ഇവരെ രണ്ടുപേരെയും വൈറലാക്കിയ ആ സഹപാഠികൾക്കായി അടുത്ത കുറ്റം. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പാട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലെ വരികൾ നോക്കാമായിരുന്നില്ലേ? ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലേ? അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാമായിരുന്നല്ലോ. പ്രത്യേകിച്ചൊരു മതപുരോഹിതനായ സ്ഥിതിക്ക്. സഖാഫി പട്ടം കിട്ടിയ ആളല്ലേ ഇയാള്. ഇയാൾക്ക് ആദ്യം കണ്ടപ്പോൾ പ്രശ്നമൊന്നും തോന്നിയില്ല അത്രേ. സമയം കഴിയുന്തോറുമാണെന്ന് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഏറി വന്നത്. അപ്പോഴാണ് സഖാഫിക്ക് വിഷമമായതെന്ന്. ഈ പാട്ടിനെതിരെ സൈബർ ഇടങ്ങളിൽ വിമർശനവുമായി മതപണ്ഡിതർ കൂടി രംഗത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമദ് സഖാഫി വിഷമം പറഞ്ഞ് രംഗത്ത് വരുന്നത്. ജീവിതത്തിൽ സന്തോഷിക്കേണ്ടുന്ന സമയമായിട്ടും മരണവീടിന്റെ അവസ്ഥയായി പോയതിനെ അവരുടെ വീടിന്. ഈ പാട്ടുകൊണ്ടുണ്ടായത് വല്ലാത്ത ദുഃഖമാണെന്നും സമദ് സഖാഫി പറയുന്നു. ഈ പാട്ടുകൊണ്ട് വിഷമത്തിലായത് ഭാര്യ റുഷ്ദയും അവരുടെ മാതാപിതാക്കളുമാണ് എന്ന് സഖാഫി വേദനയോടെ പറയുന്നു. ഗാനം ആലപിച്ചവര് മദ്ഹ് ഗാനങ്ങൾ ആലപിക്കാൻ പോകുന്ന ആളുകളായിരുന്നു. അവർക്കും ഈ പാട്ട് വൈറലായതോടുകൂടി ഒരുപാട് അവസരങ്ങൾ മുടങ്ങി എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളായി ഇറക്കിയ സംഭവം ഒരു സാധു മുസ്ലിം പണ്ഡിതന് വലിയ പാരയായി മാറുകയായിരുന്നത്തെ. റുഷ്ദമോൾ സമദ് സഖാഫി വൈറൽ പാട്ട് 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയ അടക്കി വാഴുവാണ് ഈ പാട്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ ഉസ്താദേ? നിങ്ങളൊരു മതപുരോഹിതനാണ് എന്നതൊരു പ്രശ്നമാണ്. നമ്മൾ മതം പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും ഈ മതവും പറഞ്ഞ് ഏത് സമൂഹത്തെ ഏത് സമുദായത്തെ സംസ്കരിക്കാനാണ് ഈ വേഷം കെട്ടി ഇറങ്ങുന്നത്? പൊറോട്ട കെട്ടും കെട്ടി നീട്ടും കുറുക്കുമായിട്ടുള്ള അത്തരം വഷള് ശൈലികളില് കഴുത കടന്ന് അമറുന്നത് പോലെയുള്ള ശൈലിയിൽ പൊതുവേദികളിൽ വരണ്ടേ? ഇനി അതിനു വേണ്ടിയല്ലേ സഖാഫി പട്ടം വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോ ഇനി എങ്ങനെയാ കാര്യങ്ങൾ? എന്തായിരുന്നാലും ഉസ്താദ് ഉദ്ദേശിച്ചതിനെക്കാട്ടിലേറെ വേഗത്തിൽ തന്നെ ഉസ്താദ് വൈറലായി. കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നന്ദി.